ഹലോ ഫ്രണ്ട്സ്, സ്ഥിരം നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിയമമല്ല. വീട് സംബന്ധിച്ച നിയമങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇത് വ്യത്യസ്തമായിട്ട് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അതിനെത്ര ചിലവ് വരുമെന്ന് പലരും ഉത്കണ്ഠാകുലരാണ്. വീട് ചെയ്യുമ്പോൾ തന്നെ പലരും ഉത്കണ്ഠാകുലരാണ്. കാര്യം, വീട് നിർമ്മിക്കാൻ എത്ര പണം ആവശ്യമായി വരും, എത്ര ബഡ്ജറ്റിൽ നമുക്ക് നമ്മുടെ വീട് ഒതുക്കാൻ കഴിയും. അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചിലവുകൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ ബഡ്ജറ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ 2.5 സെൻറ്റ് സ്ഥലത്ത് എൻ്റെ ഒരു പരിചയക്കാരൻ നിർമ്മിക്കാൻ പോകുന്നൊരു വീടിൻ്റെ 2.5 സെൻറ്റിൽ ഇൻവെർട്ടഡ് ടീ ഫൗണ്ടേഷൻ ബീം വെച്ച് വാർത്ത കുട്ടിക്കോളം ബീം ഇൻവെർട്ടഡ് ടീ ഫൗണ്ടേഷൻ ആണ് ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പതിവിലും പല സ്ഥലങ്ങളിലും കരിങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർത്താണ് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത്. ഇപ്പോൾ സിറ്റിയെ സംബന്ധിച്ചെല്ലാം കരിങ്കല്ലിൻ്റെ ദൗർലഭ്യം, സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ദൗർലഭ്യം, ഇതുമൂലം വളരെ മണ്ണിനുറപ്പുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്നൊരു ഫൗണ്ടേഷനാണ് ഇൻവെർട്ടഡ് ടീ ബീം ഫൗണ്ടേഷൻ. അത് കുട്ടിക്കോളം എല്ലാ ഇതിലും ഇതുപോലെ കുട്ടിക്കോളം കൊടുത്തുകൊണ്ടാണ് ഇൻവെർട്ടഡ് ടീ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. കുട്ടിക്കോളം എന്ന് പറഞ്ഞാൽ ഒരു 4 അടി 3.5 അടി പൊക്കത്തിൽ കോളം ഇതുപോലെ കമ്പിയിട്ട് വാർത്ത് കുട്ടിക്കോളം കൊടുക്കും. കുട്ടിക്കോളത്തിൽ നിന്ന് ചുറ്റും ബീം ഒരു 30-40 സെൻറ്റിമീറ്റർ ബീം വീതിയിൽ 30-40 സെൻറ്റിമീറ്റർ പൊക്കവും ഒരു 30 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ബീം വാനെടുത്തിട്ട് ഇങ്ങനെ ചുറ്റുമായിട്ട് കൊടുക്കും. അങ്ങനെ വാർത്ത് കുട്ടിക്കോളമായിട്ട് ബന്ധിപ്പിച്ചാണ് ഈ ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഫൗണ്ടേഷന്, ഇൻവെർട്ടഡ് ടീ ഫൗണ്ടേഷന് വന്ന ചിലവ്. ശരിക്കും പറഞ്ഞാൽ ഈ 2.5 സെൻറ്റിൽ ഈ പ്ലാൻ താഴെ ഒരു ബെഡ്റൂമും ഒരു ലിവിങ്ങും ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും, മുകളിൽ അതുപോലെ തന്നെ ഒരു ചെറിയ ഹാളും 2 ബെഡ്റൂമാണ്. മൊത്തം ഒരു 850-875 സ്ക്വയർ ഫീറ്റിനടുത്ത് മാത്രം വരുന്നൊരു വീടാണ്. വളരെ കുറഞ്ഞ ചിലവിലാണ് എൻ്റെ ഈ പരിചയക്കാരൻ ഈ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. കാര്യം, ഈ ഇൻവെർട്ടഡ് ടീ ഫൗണ്ടേഷൻ ചെയ്തതിലൂടെ ഒരു പേടിയുണ്ടായിരുന്നു ചിലവ് വർദ്ധിക്കുമോ എന്നുള്ളത്. പക്ഷേ 1,60,60,000 രൂപ മാത്രമാണ് ഫൗണ്ടേഷന് ഇതിൽ അവർക്ക് വന്നിരിക്കുന്ന ചിലവ്. ഈ ചിലവ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷന് 1,60,60,000 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു തുക തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 10 ലക്ഷം രൂപയിൽ ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഈ ഫൗണ്ടേഷൻ തീർന്നപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായി, എൻ്റെ ഫ്രണ്ടിന് മനസ്സിലായി. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ ബീം ചെയ്യുന്നത്. കുട്ടിക്കോളത്തിൽ ആദ്യം കൊടുത്തുകൊണ്ട് ശരിക്ക് കുത്തിയിറക്കി ഒരു 1.5 അടി മാത്രമേ വാനം വെട്ടിയിട്ടുള്ളൂ. കുട്ടിക്കോളം 70 സെൻറ്റിമീറ്റർ നീളം വീതി 70 സെൻറ്റിമീറ്ററാണ്. അതിലൂടെ 4 അടി 5 അടി പൊക്കത്തിൽ കമ്പി കൊടുത്തിട്ടുണ്ടായി. മൂലയിൽ കാണുന്ന കമ്പി ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് കുട്ടിക്കോളം വാർത്തതിന് ശേഷമാണ് ബീം വാർത്ത് പോകുന്നത്.
കേട്ടോ. ഇങ്ങനെ ചുറ്റോടി ചുറ്റും ബീം 40 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ 30 സെൻറ്റിമീറ്റർ വീതിയിലും ആണ് ഈ കുട്ടിക്കോളം വാർക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ രീതിയാണ് ഇൻവെർട്ടഡ് ടി ഫൗണ്ടേഷൻ. ഇത് പലർക്കും ചെറിയ പ്ലോട്ടുകളിലാണെങ്കിൽ ഇത്തരം ഫൗണ്ടേഷനുകൾ ചെയ്താൽ മതിയാവുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന ഫൗണ്ടേഷനേക്കാൾ ചിലവ് കുറഞ്ഞൊരു രീതിയാണിത്. ഇവിടെ ബീം വാർക്കുന്നത് 12 mm സ്റ്റീൽ ബാർ ഉപയോഗിച്ചുകൊണ്ടാണ് ബീം വാർത്തിരിക്കുന്നത്. ഈ 45 ഇഞ്ച് പൊക്കമുള്ള ബീം എല്ലാ കുട്ടിക്കോളമായിട്ട് ബന്ധിപ്പിക്കുന്നു. കുട്ടിക്കോളം എല്ലാ മൂലയിലും എല്ലാ ജോയിൻറ്റുകളിലും കുട്ടിക്കോളം 12 mm കമ്പിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെറും 1,60,000 രൂപയിൽ ഈ ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. 2.5 സെൻറ്റിലാണ് മൊത്തം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 850-875 സ്ക്വയർ ഫീറ്റ് വീട്. താഴെ 550 സ്ക്വയർ ഫീറ്റും മുകളിലൊരു 370 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട്. 2 ബെഡ്റൂം മുകളിൽ 100 അടി ഉള്ള 100 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റൂമാണ്. 2 റൂം, അങ്ങനെ 200 സ്ക്വയർ ഫീറ്റ്, 150 സ്ക്വയർ ഫീറ്റ് ഹാളും മുകളിലും. താഴെ ഒരു 200 സ്ക്വയർ ഫീറ്റ് ഹാളും ഡൈനിങ് ഹാളും 120 സ്ക്വയർ ഫീറ്റ് ഒരു റൂമും 100 സ്ക്വയർ ഫീറ്റുള്ള ഒരു കിച്ചനുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, നിർമ്മാണം കഴിഞ്ഞു. കണ്ടോ, ഇതിൽ കാണുന്ന ഇൻവെർട്ടഡ് ടി ഫൗണ്ടേഷനാണ് താഴെ കാണുന്നത്. കല്ല് അതിൻ്റെ മുകളിൽ അതിന് ശേഷം കല്ല് കെട്ടിപ്പൊക്കുകയാണ്. 3 ലെയർ കല്ല്, അതായത് സോളിഡ് ബ്രിക്ക് ഈ ഇൻവെർട്ടഡ് ടി ബീമിൻ്റെ മുകളിൽ 3 ലെയർ ഫൗണ്ടേഷൻ കെട്ടിപ്പൊക്കും. എന്നിട്ട് ഈ 3 ലെയർ സോളിഡ് ബ്രിക്കിൻ്റെ മുകളിൽ ശരിക്കും ബെൽറ്റ് വാർക്കും. ഒരു 20 സെൻറ്റിമീറ്റർ വീതിയിലും 15 സെൻറ്റിമീറ്റർ പൊക്കത്തിലും ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യും ഈ സോളിഡ് ബ്ലോക്കിൻ്റെ മുകളിൽ. ഇപ്പോൾ താഴെ ആദ്യം PCC ചെയ്യും. PCCയുടെ മുകളിലാണ് ഇൻവെർട്ടഡ് ടി ബീം വാർക്കുന്നത്. കോർണറിലെല്ലാം കുട്ടിക്കോളം വരും. കുട്ടിക്കോളം ഇൻവെർട്ടഡ് ടി ബീം ആയിട്ട് ബന്ധിപ്പിച്ച് അതിൻ്റെ മുകളിൽ 3 ലെയർ സോളിഡ് ബ്രിക്ക് കട്ട കെട്ടി അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർത്താണ് ഈ ഒരു ഇൻവെർട്ടഡ് ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 2 നില കെട്ടിടങ്ങളെല്ലാം വളരെയധികം ഈസിയായിട്ട് നിർമ്മിക്കാൻ കഴിയുന്നൊരു നിർമ്മാണ രീതിയാണ്. നല്ല ബെൽറ്റ് വാർക്കുന്നതിലൂടെ നല്ലൊരു ബലം. ഇതിലിപ്പോൾ നമ്മൾ യാതൊരു വിധ ബഡ്ജറ്റ് ഹോമാണ് നിർമ്മിക്കുന്നതെങ്കിൽ തന്നെയും ഫൗണ്ടേഷനിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. എല്ലാം വളരെ ഉറപ്പോടുകൂടി തന്നെ റീഇൻഫോഴ്സ്മെൻറ്റിലും മറ്റേ ഇതാണെങ്കിൽ തന്നെ. പിന്നെ ഇത് നിർമ്മിച്ച് വരുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ വളരെയധികം കുറഞ്ഞ ചിലവിലാണ് അദ്ദേഹം വീട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ചിലവുകളെല്ലാം എത്രയൊക്കെ വരുന്നുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നിർമ്മിക്കുന്ന ഒരു ചെറിയൊരു വീടാണിത്. അപ്പോൾ ഇതിൻ്റെ 1,60,000 രൂപയിൽ ഈ ഫൗണ്ടേഷൻ 2.5 സെൻറ്റിൽ നിർമ്മിക്കുന്ന ഈ ഫൗണ്ടേഷൻ തീർക്കാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷിപ്പിക്കുന്ന, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. അദ്ദേഹം എന്നോട് സന്തോഷത്തോടുകൂടി പറഞ്ഞു 1,60,000 മാത്രമേ ഇനി ഫൗണ്ടേഷൻ വന്നുള്ളൂ. അപ്പോൾ ഇനിയും മുകളിലേക്ക് ബാക്കി വരുന്ന തുക 8,40,000 രൂപ കൊണ്ട് പുള്ളി ഇനി വീട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ആകുമെന്നുള്ളത് അതിന് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ. കണ്ടോ, ബെൽറ്റ് മുകളിൽ ബെൽറ്റ് വാർത്ത് ഉള്ളിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഉൾവശം മാത്രം തേക്കുന്നു. ഇനി ഇതിൻ്റെ പൊക്കവും അതിൻ്റെ മുകളിലുള്ള തട്ടുമെല്ലാം എത്രയാകും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു. ഈ വീടിൻ്റെ അടുത്ത ഘട്ടം, അതായത് പടവുകൾ കെട്ടുന്നതും തട്ട് വാർക്കുന്നതും ലിൻഡൽ അടിക്കുന്നതും മറ്റുമുള്ള ചിലവുകൾ എത്രയൊക്കെ വരുന്നെന്നുള്ളത് കൃത്യമായൊരു കണക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതിൻ്റെ മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു എവരിബഡി, താങ്ക് യു.